ശ്രീമദ് ഭഗവത്ഗീത ഭാരതീയതയുടെ സൂര്യ തേജസ്. വിശ്വമാനവികതയ്ക്ക് ഹൈന്ദവതയുടെ വേദാന്ത ദർശന സാരസർവസ്വം. നിതാന്ത സത്യത്തിലേക്കും ആത്മസാക്ഷാത്കാരത്തിലേക്കും അന്വേഷിയെ കൈപിടിച്ചുയർത്തുന്ന ദൈവഗീതം. അറിയാനുള്ള അടങ്ങാത്ത ത്വര, വേദന, അതാണ് മുഖ്യം. അടർക്കളത്തിൽ കർമ്മവിദഗ്ധനായ അർജുനൻ തൻ്റെ വിഷാദയോഗത്തിനുള്ള കാര്യകാരണങ്ങൾ ഓരോന്നായി ആരായുമ്പോൾ സുഹൃത്തും ബന്ധുവും തേരാളിയുമായ ശ്രീകൃഷ്ണൻ യുക്തിയുക്തമായി മറുപടി നൽകുന്നു. കൃഷ്ണന് തൻ്റെ സഹചരനെ കർമ്മോത്സുകനാക്കിയാൽ മാത്രം പോരാ, ആത്യന്തിക യാഥാർത്ഥ്യം എന്തെന്നും ഉന്നതമായ അവബോധം എന്തെന്നും സ്വത്വം തിരിച്ചറിഞ്ഞ് ആത്മസാക്ഷാത്കാരം നേടേണ്ടത് എങ്ങനെയെന്നും അവതാര പുരുഷനെന്ന നിലയിൽ ലോകരെ ബോധവൽക്കരിക്കുകയും വേണം. ഭഗവത്ഗീതയിലെ ഈ ദ്വന്ദ്വഭാവം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. ഓരോ വ്യക്തിയും കർമ്മവിദഗ്ധനായ പാർത്ഥൻ. മനസ്സു തന്നെ കുരുക്ഷേത്രം. ഇന്ദ്രിയവാസനകൾ ലക്ഷ്യബോധമില്ലാതോടുന്ന പഞ്ചാശ്വങ്ങൾ. സ്വത്വമെന്നും ആത്മാവെന്നും വ്യവഹരിക്കപ്പെടുന്നതെന്തോ അതുതന്നെ സാരഥി, ദൈവം. ഓരോരുത്തരിലും ഉള്ള പ്രാർത്ഥനയും നിഷ്കാമകർമ്മത്തിലൂടെ ലക്ഷ്യത്തിലേക്ക് നയിക്കാൻ ഓരോരോ കൃഷ്ണന്മാർ. ശ്രീകൃഷ്ണനെപ്പോലെ ആത്മനിഷ്ഠമായി സമീപിക്കാവുന്ന വേറൊരു അവതാര പുരുഷൻ ഇല്ല. കൃഷ്ണവാണിയായ ഭഗവത്ഗീതയും അങ്ങനെ തന്നെ. ധർമ്മയുദ്ധത്തിന് ഗീത യുദ്ധവാണിയാണ്. സമാധാനപ്രിയർക്ക് ശാന്തിഗീതമാണ്. ജ്ഞാനതൃഷ്ണുക്കൾക്ക് വിജ്ഞാന ഭണ്ഡാകാരമാണ്. ഭക്തിയോഗികൾക്ക് നാമസങ്കീർത്തനമാണ്. ആത്മാന്വേഷകർക്ക് മോക്ഷദായിനിയാണ്. ശാസ്ത്രാന്വേഷികൾക്ക് സർവശാസ്ത്ര സംഗ്രഹമാണ്. വൈദികർക്ക് വേദാന്തസാര സർവസ്വമാണ്. ഭഗവത്ഗീത എന്താണ് എന്നതിനേക്കാൾ എന്തല്ല എന്നും ഗീതയിൽ എന്തുണ്ട് എന്നതിനേക്കാൾ എന്തില്ല എന്നുമാണ് ആരായേണ്ടത്. വേദാന്തജ്ഞാനിയും സത്യാന്വേഷകനുമായ ശ്രീമദ് നിർമ്മലാനന്ദഗിരി മഹാരാജ സ്വാമികൾ ഭഗവത്ഗീത വേറൊരു രീതിയിൽ വായിച്ചെടുക്കുന്നു. ഗീതാരഹസ്യം തനതായ ശൈലിയിൽ ലളിതമധുരമായി അനുഭവവേദ്യമാക്കുന്നു. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. സദാശിവസമാരംഭം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ബോധാനന്തം ച കല്യാണം ദാനന്തമാത്മജം സച്ചിദാനന്തമാത്മജം സച്ചിദാനന്ദം. മതബോധനത്തിൻ്റെ പദ്ധതി ദ്രവ്യം മനസ്സിൻ്റെ സങ്കല്പമാണെന്നും മനസ്സ് സൂക്ഷ്മവും ദ്രവ്യത്തെ കൂടി സൃഷ്ടിക്കുന്നതുമാണെന്നുമാണ്. ദ്രവ്യത്തിൻ്റെ മേഖലകൾക്കപ്പുറത്തേക്ക് പിപ്പറ്റിനും ബ്യൂററ്റിനും ടെസ്റ്റ് ട്യൂബുകൾക്കും പ്രസക്തിയില്ല. അതുകൊണ്ട് മതബോധനത്തിൻ്റെ സൂക്ഷ്മതലങ്ങളെ പരീക്ഷണശാലയിൽ ഹിംസാതന്തുരമായ ഒരവബോധത്തിന് വിധേയമാക്കുന്നത് മതത്തിൻ്റെ മരണവുമാണെന്ന് സാമ്പ്രദായികന്മാർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അക്കൂട്ടത്തിലൊരാളാണ് ഞാനും. അതുകൊണ്ട് തന്നെ ഭഗവത്ഗീതയെ സമീപിക്കുമ്പോഴും ആനുകാലിക പ്രസക്തിയുള്ള വിഷയങ്ങളുടെ ഒരു ആകരമാണ് ഭഗവത്ഗീതയെന്ന് സ്ഥാപിക്കുവാൻ അടുത്ത കാലത്തായിട്ട് ഒട്ടേറെ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. ആനുകാലിക പ്രസക്തിയുള്ള വിഷയങ്ങളെന്ന് പറയുമ്പോൾ ഭൗതിക ശാസ്ത്രത്തിൻ്റെ നിഷ്ഠൂരമായ പരീക്ഷണ രീതികളെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് മാനവൻ്റെ ഹൃദയത്തെ തകർക്കുകയും മസ്തിഷ്കത്തിലേക്ക് ഒട്ടേറെ സംവേദനങ്ങൾ എത്തിക്കുകയും അതിനപ്പുറം മാധ്യമ ലോകം കൊണ്ടെത്തിക്കുന്ന ഒട്ടേറെ വിഭവങ്ങൾ മസ്തിഷ്കത്തിൽ നിറച്ചു വയ്ക്കുവാൻ മാത്രം പര്യാപ്തമാവുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ ഒരു പുസ്തകത്തിൽ കുറിച്ചിട്ട കുറേ അക്ഷരങ്ങൾ പോലെ നിർജീവമായി തീരുകയാണ് ചെയ്യുക. അവൻ്റെ അവബോധത്തിൽ നിന്നാണ് എല്ലാ അറിവും രൂപാന്തരപ്പെടുന്നതെന്നും അത് മൗനത്തിലാണ് രൂപാന്തരം പ്രാപിക്കുന്നതെന്നും അറിവ് തപസ്സിൽ നിന്നാണ് ഉണ്ടാകുന്നതെന്നും അല്ലാതെ
കാണാതെ പഠിച്ച് തലച്ചോറിൽ സൂക്ഷിക്കുന്ന കാര്യങ്ങളിൽ നിന്നല്ലെന്നും അവയൊന്നും ജീവസന്ധാരണത്തിൻ്റെ ആപത്ഘട്ടങ്ങളിൽ അവന് സഹായകമായി തീരുന്നില്ലെന്നും അവ പേര്, പ്രശസ്തി, ധനം എന്ന വ്യായാമത്തിനപ്പുറം മനുഷ്യന് ഉപകാരപ്രദമല്ലെന്നും ചിന്തിച്ച ചില പ്രാചീനരായ ആചാര്യന്മാരുണ്ട്. അവര് രൂപപ്പെടുത്തിയ അതിമനോഹരമായൊരു തഥ്യയാണ് മഹാഭാരതം. ഒരു ഭാഗത്ത് ദ്രവ്യത്തെ അവലംബമാക്കി രൂപാന്തരപ്പെടുത്തിയെടുത്ത രാഷ്ട്രഘടനയും ദ്രവ്യത്തിന് പരമപ്രാധാന്യം നൽകി രൂപാന്തരപ്പെടുത്തിയ നീതിശാസ്ത്രങ്ങളും ദ്രവ്യത്തെ സർവോപരി നേടേണ്ട വസ്തു അതുമാത്രമാണെന്ന തരത്തിൽ രൂപപ്പെടുത്തിയെടുത്ത സംസ്കാരവും പൂർവപക്ഷമാക്കി മനുഷ്യ മനസ്സാണ് സർവോപരി ശ്രേഷ്ഠമായിട്ടുള്ളത്. അതിലെ പുണ്യങ്ങളാണ് ആനന്ദത്തിന് കാരണമായിത്തീരുന്നത്. ദ്രവ്യസഞ്ചയം ഒരിക്കലും വ്യക്തിക്ക് ആനന്ദം നൽകുന്നില്ല, അത് ദുഃഖത്തെ മാത്രമേ നൽകുന്നുള്ളൂ. അതിൻ്റെ വിതരണം, അതിൻ്റെ സമ്പാദനം, അതിനെക്കുറിച്ചുള്ള ആശ, ഇതെല്ലാം സർവനാശകരങ്ങളായ യുദ്ധങ്ങളിലേക്ക് മാത്രമാണ് നയിക്കുന്നത് എന്ന് സമർത്ഥിക്കുവാനാണ് മഹാപ്രതിഭയായ വ്യാസൻ തൻ്റെ ആത്മകഥയ്ക്ക് ഇടം നൽകുന്നത്. ഇതാണ് ഞങ്ങൾ പഠിച്ച ഗീതയുടെ രീതി. അതുകൊണ്ട് അതിൽ മനുഷ്യ മനസ്സിനെ ആവോളം പഠിച്ച ഒരു മാനവ സ്നേഹി യുദ്ധം ഒരിക്കലും അരുത് എന്നും അഹിംസയാണ് പരമമായ ധർമ്മമെന്നും ഉപദേശിക്കുന്നതാണ് ഭഗവത്ഗീത. അല്ലാതെ കാലികമായൊരു യുദ്ധത്തിൽ തളർന്നു വീഴുന്ന ഒരുവനെ മനോഹരങ്ങളായ ദർശനങ്ങൾ നൽകി എഴുന്നേൽപ്പിച്ച് നിർത്തി താഴെയിട്ട ആയുധം കയ്യിലെടുപ്പിച്ച് യുദ്ധം ചെയ്യിപ്പിക്കുന്നതല്ല ഞങ്ങൾ പഠിച്ച ഭഗവത്ഗീത. ഭഗവത്ഗീത പ്രാധാന്യം നൽകുന്നത് വിവസ്വാൻ മനുവിനും മനു ഇക്ഷാകുവിനും ഇക്ഷാകു സ്വപുത്രനും പറഞ്ഞുകൊടുത്ത് പരമ്പരയ അനുഷ്ഠിച്ചു പോന്ന ആത്മപ്രാധാന്യത്തിൽ അധിഷ്ഠിതമായ ഒരു വ്യവസ്ഥിതി, ഒരു സംസ്കാരം, അത് നഷ്ടമാകുന്നിടത്ത് നിന്നാണ്. നഷ്ടമായതിനെക്കുറിച്ച് ഗീതയുടെ എക്കാലത്തെയും വിഖ്യാത വ്യാഖ്യാതാവായ ഭാഷ്യകാരന് സ്വതന്ത്രമായ അഭിപ്രായവുമുണ്ട്. ദുർബലാൻ അജിതേന്ദ്രിയാൻ പ്രാപ്യ യോഗോ നഷ്ട പരന്തപ. ഇമം വിവസ്വതേ യോഗം പ്രോക്തവാൻ അഹം അവ്യയം വിവസ്വാൻ മനവേ പ്രാഹ മനവിക്ഷാകവേ ബ്രവീത് ഏവം പരമ്പരാപ്രാപ്തം ഇമം രാജർഷയോ വിദുഹു സകാലേനേഹ മഹതായോഗോ നഷ്ടപരന്തപ എന്ന് ഗീതയിൽ തന്നെ പറയുന്നുണ്ട്. ഇന്ന് ഞാൻ നിനക്ക് ഈ ഉപദേശിച്ചു തരുന്ന യോഗം ആദിമകാലത്തിൽ ഞാൻ തന്നെ വിവസ്വാന് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. അന്ന് വിവസ്വാന് പറഞ്ഞു കൊടുത്ത അതേ യോഗം തന്നെയാണ് ഇന്ന് നിനക്ക് പറഞ്ഞു തരുന്നത്. അന്ന് ഈ യോഗം പറഞ്ഞു കൊടുത്ത ഞാൻ തന്നെയാണ് ഇന്ന് നിനക്ക് പറഞ്ഞു തരുന്നത്. ഈ അറിവ് ഏകമാണെന്നും അറിയുന്നവൻ ഏകമാണെന്നും അറിയുന്ന രീതി ഏകമാണെന്നും പറയുന്ന വൈദികമായ ഒരു രീതി അതിനുണ്ട്. അതിനെയാണ് പരമ്പര എന്ന് പറയുന്നത്. ഗുരു എന്ന സങ്കല്പത്തെ ഭാരതീയർ കാണുന്നതും അങ്ങനെയാണ്. എപ്പോഴാണോ ഒരാൾ ആ അറിവിലേക്ക് ഉയർന്നെത്തുന്നത്, പരമ്പരാർജിതമായ ആ അറിവ്
തൻ്റെ അനുഭവ പ്രമാണമാക്കി മാറ്റുന്നത് അയാളും അറിവും വേറെയല്ല, അറിയുന്ന രീതിയും വേറെയല്ല. ഇത്തരമൊരു ഏകീഭാവത്തിൽ വെച്ചാണ് ഭഗവാൻ അർജുനനോട് പറയുന്നത്. വസുദേവരുടെയും ദേവകിയുടെയും പുത്രനായ കൃഷ്ണൻ എന്ന ശാരീരിക തദ്ധിയിലാണെങ്കിൽ ഇത് സംഭാവ്യവുമല്ല. കാരണം ദ്വാപരയുഗത്തിലെ കൃഷ്ണന് യുഗാരംഭത്തിലെ വിവസ്വാന് ഈ തദ്ധിയെ ഉപദേശിച്ചു കൊടുക്കാൻ കഴിയില്ല തന്നെ. അതുകൊണ്ട് തന്നെ അർജുനൻ ആ സംശയം ചോദിക്കുകയും ഭഗവാൻ അതിനുത്തരം പറയുകയും ചെയ്യുന്നുണ്ട് സ്പഷ്ടമായി. ബഹൂനി മേ വ്യതീതാനി ജന്മാനി തവജാർജുന താന്യഹം വേദ സർവാണി നത്വം വേത്ത പരന്തവ എന്ന് വളരെ സ്പഷ്ടമായി പറയുന്നുണ്ട്. എനിക്കും നിനക്കും അനേക ജന്മങ്ങളുണ്ട്. നിന്റെ ജന്മങ്ങളെ നീ അറിയുന്നില്ല, നിന്റെയും എൻ്റെയും ജന്മങ്ങളെയെല്ലാം ഞാൻ അറിയുന്നവനാകുന്നു. ത്രികാലജ്ഞനായ ഒരു ഗൗരവം ആദ്യം മുതൽ തുടർന്നു പോരുന്നതിനെ സൂചിപ്പിക്കുന്ന കൃഷ്ണൻ ആദിമ സംസ്കൃതി മുതൽ കൊണ്ടുവരേണ്ട ഒരു തഥ്യയെ യോഗമെന്ന് വെളിപ്പെടുത്തുമ്പോൾ അന്ന് വിവസ്വാന് പറഞ്ഞുകൊടുത്ത യോഗമാണ് ഇന്ന് നിനക്ക് ഈ യുദ്ധക്കളത്തിൽ പറഞ്ഞു തരുന്നത്. അന്നത്തെ യോഗം ഇന്നില്ല. ഉണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ ഈ യുദ്ധക്കളത്തിലെത്തില്ല. നിങ്ങളെ യുദ്ധക്കളത്തിലേക്ക് നയിച്ചത് നഷ്ടമായതുകൊണ്ടാണ്, യോഗം നഷ്ടമായതുകൊണ്ടാണ്. എങ്ങനെ നഷ്ടമായി എന്ന് ഗീതാഭാഷ്യത്തിൽ ഭഗവാൻ ശങ്കരാചാര്യർ പറയും. ദുർബലാൻ അജിതേന്ദ്രിയാൻ പ്രാപ്യ യോഗോ നഷ്ടപരന്തവ. ശാസ്ത്ര കൗതുകത്തിൻ്റെയും ശാസ്ത്ര ഗവേഷണങ്ങളുടെയും ശാസ്ത്രീയമായ ജീവിതത്തിൻ്റെയും അസ്ത്രശസ്ത്ര പ്രയോഗ സാമർഥ്യത്തിൻ്റെയും കേദാരത്തിൽ നിന്നുകൊണ്ടാണ് ഭഗവാൻ ഇത് പറയുന്നത്. ആ കാലഘട്ടത്തിലാണ് എല്ലാ അസ്ത്രശസ്ത്ര വിദ്യകളും പൂർണ്ണമായി നേടിയെടുത്തിട്ടുള്ള ദ്രോണാചാര്യൻ കുരുപാണ്ഡവ കുമാരന്മാർക്ക് ആചാര്യനായ യുദ്ധക്കളത്തിൽ നിൽക്കുന്നത്. മഹാഭാരത ഗൗരവത്തെ അതിൻ്റെ സീമാതീതമായ ലോകങ്ങളിൽ എത്തിക്കുവാൻ പര്യാപ്തനായ നിഷ്ഠൂര നൈഷ്ഠിക ബ്രഹ്മചാരി, സ്വച്ഛന്ദ മൃത്യു, ദേവവ്രതൻ, ഭീഷ്മൻ സർവസൈന്യാധിപനായി കൗരവക്ഷേത്രത്തിൽ നിലകൊള്ളുമ്പോഴാണ് ആ യുദ്ധക്കളത്തിൻ്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് ആ ചന്ദ്രവംശ പരമ്പരയെ ദൗർബല്യവും അജിതേന്ദ്രിയത്വവും ബാധിച്ചു എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഭീഷ്മരും ദുർബലനും അജിതേന്ദ്രിയനുമാണെന്ന് വ്യാഖ്യാതാക്കന്മാരും ഗീതാവായനക്കാരും ശ്രദ്ധിക്കാതെ പോകുന്ന ഈ രംഗത്തിലാണ് യഥാർത്ഥ ഗീത പഠിക്കാൻ നാം താല്പര്യപ്പെടുന്നു എങ്കിൽ സംഭവങ്ങളെ അഴിച്ചു പഠിക്കേണ്ടി വരിക. ഗീതാകാരനായ വ്യാസന്റെ വാക്കുകളിൽ വിവസ്വാനും മനുവും ഇക്ഷാകുവും പരമ്പരയാ പഠിപ്പിച്ചത് ശന്തനുവിൻ്റെയും ഗംഗാദത്തൻ എന്ന ഭീഷ്മന്റെയും അഥവാ ഭീഷ്മൻ എന്ന ഗംഗാദത്തന്റെയും യുധിഷ്ഠിരന്റെയും ദുര്യോധനന്റെയും അർജുനന്റെയും ജീവിതരംഗത്ത് നഷ്ടമായി എന്ന് പറയുമ്പോൾ ഭീഷ്മരും ദ്രോണരും കൃപരും ശന്തനുവും യുധിഷ്ഠിരനും ദുര്യോധനനും
എല്ലാം ദുർബലന്മാരും അജിതേന്ദ്രിയന്മാരുമാണെന്ന് വേറെ പറയേണ്ടതില്ല. ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഇത് ഗീതയിലെ തന്നെ വാക്കാണ്, മഹാഭാരതത്തിലെ വാക്കല്ല. ഇത് പൂർവപക്ഷമല്ല, സിദ്ധാന്തപക്ഷമാണ്. ഇത് പറയുന്നത് ശ്രീകൃഷ്ണ പരമാത്മാവാണ്. ഗീതാ പ്രവാചകൻ എന്ന് വിളിക്കാവുന്ന ശ്രീകൃഷ്ണ പരമാത്മാവിൻ്റെ വാക്കാണ്. ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് തൻ്റെ തന്നെ ആത്മകഥയിൽ വ്യാസനാണ്. കാരണം ആ യുദ്ധക്കളത്തിൽ നിൽക്കുന്നത് വ്യാസന്റെ സന്താനങ്ങളാണ്. വ്യാസൻ എഴുതിയത് മഹാതപസ്വിയായ പരാശരന് മത്സ്യഗന്ധിയിൽ ജനിച്ചിട്ടും വിധി നിഷേധങ്ങളുള്ള കാലഘട്ടത്തിൽ ദ്വീപിൽ ജനിച്ചിട്ടും ദ്വൈപായനായിട്ടും നട്ടുച്ചയെ മാറ്റിമറിച്ചുകൊണ്ട് ജനിച്ചിട്ടും ഉപനിഷത്ത് സന്ദർഭങ്ങളിൽ പകല് ദമ്പതിക്രിയ ബ്രഹ്മചര്യ നിഷേധമാണെന്ന് പ്രശ്നോപനിഷത്തും മറ്റും സ്പഷ്ടമായി രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ആ വിധികളെയൊക്കെ മറികടന്ന് ജനിച്ചിട്ടും സർവോത്തമനായി വേദങ്ങളെ വ്യസിച്ചവനായി മഹാജ്ഞാനിയായി നിലകൊണ്ട അതേ വ്യാസനെയാണ് സത്യവതി ചിത്രാംഗതന്റെ മൃത്യുവും വിചിത്രവീര്യന്റെ മൃത്യുവും കഴിഞ്ഞ് വിചിത്രവീര്യന് പത്നിമാരായി ഗാംഗേയൻ കൂട്ടിക്കൊണ്ടുവന്ന അംബികയെയും അംബാലികയെയും വൈധവ്യം ബാധിച്ചു നിൽക്കുമ്പോൾ മനുസ്മൃതിയും യാജ്ഞവൽക്യ സ്മൃതിയും നാരദ സ്മൃതിയും അനുവദിച്ചിട്ടുള്ള നിയോഗത്തിലൂടെ രാഷ്ട്ര നിർമ്മാണത്തിന് അനിവാര്യമായി പുത്രോത്പാദനത്തിനൊരുങ്ങുന്നത് വ്യാസനെ തന്നെയാണ് അതിന് കൂട്ടിക്കൊണ്ടുവരുന്നത്. പകമുഴുത്ത കാശി രാജകുമാരിമാരുടെ ചേർച്ചയിൽ പ്രകൃതി താറുമാറാകുന്നത് എങ്ങനെയെന്നറിയുന്ന വ്യാസൻ ശുക്ലാർത്തവ സംയോഗത്തിൽ നിന്നാണ് പുത്രോത്പാദനമുണ്ടാവുക. അതിൽ സംസ്കാരത്തിന് അതീവ പ്രാധാന്യമുണ്ടെന്ന് ഭാരതീയർ വിശ്വസിച്ചു. അതുകൊണ്ട് വിവാഹവും ഗർഭാധാനവും പുംസവനവും സീമന്തവും എല്ലാം അവർക്ക് സംസ്കാരമായി, മൃഗതൃഷ്ണയല്ലാതായി. ശുക്ലാർത്തവങ്ങളുടെ അംശാംശങ്ങളിൽ സംജാതമാകുന്ന സ്വഭാവ സവിശേഷതകളാണ് വ്യക്തിയെ രൂപപ്പെടുത്തുന്നതെന്നും അയാളുടെ ശബ്ദം, അയാളുടെ ഭാവം, അയാളുടെ നിറം, അയാളുടെ പെരുമാറ്റ വൈശിഷ്ട്യങ്ങൾ, അയാളുടെ പെരുമാറ്റ തകരാറുകൾ, അയാളിലെ രോഗാതുരത്വം എന്നുവേണ്ട എല്ലാം ശുക്ലാർത്തവങ്ങളെ അവലംബിച്ച് തീരുമാനിക്കാമെന്നും അതിന് വേണ്ടിവരുന്ന മാനസിക നിലയും അത് സംസ്കാരമായി രൂപപ്പെടുത്തേണ്ടുന്ന ആവശ്യകതയും അറിഞ്ഞ ഒരു സംസ്കൃതി ഇന്നുപോലും നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്തതാണെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നിങ്ങളിലെ മഹാപണ്ഡിതന്മാരായ ആളുകൾ പോലും വിവാഹത്തെയും മറ്റും കാണുന്നത് ആനിമൽ ഇൻസ്റ്റിങ്ക്റ്റ് തീർക്കാനുള്ള ഭാഗമായി മാത്രമാണെന്നാണ് എൻ്റെ വിശ്വാസം. ശരിയാണ്. നിയമങ്ങളിലും ആധുനിക വിദ്യാഭ്യാസത്തിലും അങ്ങനെ അല്ലാതൊരു വിശ്വാസത്തിൻ്റെ പദമുള്ളത് ഞാൻ കേട്ടിട്ടില്ല. മതങ്ങളിലെ വിശ്വാസത്തിൻ്റെ പദങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇടയ്ക്ക് മുറുകെ പിടിക്കുകയും
നിങ്ങളുടെ വിദ്യാഭ്യാസം വേണ്ട രംഗത്ത് അതിനെ എതിർക്കുകയും ചെയ്യുന്ന ഇരട്ടത്താപ്പ് മാത്രമാണ് വിദ്യാഭ്യാസമുള്ളവരിൽ ഞാൻ കണ്ടുപോന്നിട്ടുള്ളത്. ശരിയല്ല. ഇനിയും ശരിയല്ല എന്നൊന്ന് പറയാമെങ്കിൽ എനിക്ക് എളുപ്പമുണ്ട്. വിദ്യാഭ്യാസമുള്ളവർ അത്രയേ കരുതുന്നുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. ആധുനിക സാഹിത്യത്തിലും ആധുനിക സീരിയലുകളിലും ആധുനിക വിദ്യാർത്ഥികളുടെ ഇടയിൽ പോലും കോടതികളിലേക്ക് ഇതെത്തിച്ചേരുമ്പോഴുമെല്ലാം ഇതിനപ്പുറത്തെ വ്യാഖ്യാനങ്ങളൊന്നും ഉണ്ടെന്ന് തോന്നില്ല. കാരണം വ്യാഖ്യാനങ്ങൾക്ക് ഭൗതികേതരമായൊരു നിലപാട് സ്വീകരിക്കാൻ നിയമങ്ങളെ നമ്മൾ പ്രാപ്തരാക്കിയിട്ടില്ല. ശ്രുത്യധിഷ്ഠിതമായ ഒരവലോകനം സ്മൃതികൾക്കുമേൽ ആധുനികർക്കില്ല. ശ്രുതിവിരോധമുള്ള സ്മൃതികളെല്ലാം പരമമായ ധർമ്മമല്ല എന്ന് പറഞ്ഞ പ്രാചീനരുടെ പന്ഥാവ് ആധുനിക നിയമനിർമ്മാണ വ്യവസ്ഥയിൽ തെല്ലുമില്ല. ഇനി ഉണ്ടെന്ന് പറയാവുന്നത് നിങ്ങൾ ഹിന്ദുക്കളായി ക്രിസ്ത്യാനികളായി വിവാഹം ചെയ്താൽ മാത്രമാണ് കോടതിയിൽ. ഇനി അങ്ങനെയും നിങ്ങൾക്ക് തർക്കിക്കാം. അപ്പോഴും മാരേജ് സാക്രമെൻ്റാണ് എന്ന് മാരേജ് ലോ പറയുന്നുണ്ടെങ്കിലും ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും വിവാഹം സാക്രമെൻ്റാണെന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിലും ഹിന്ദുക്കളുടെ വിവാഹത്തിലെ സാക്രമെൻറ്റ് അവിടെയാണല്ലോ ഈ നിയമം വരുന്നത്. ആ സാക്രമെൻറ്റിന് നിങ്ങളോടൊരു ചോദ്യമേ ചോദിക്കുന്നുള്ളൂ, സപ്തപതി കഴിഞ്ഞോ എന്ന്. സപ്തപതി ഇല്ലെങ്കിൽ അത് ഹിന്ദു വിവാഹമല്ല. സപ്തപതി എന്താണെന്ന് ചോദ്യം ചോദിക്കുന്ന അഡ്വക്കറ്റിനോ വിവാഹം കഴിച്ച വ്യക്തിക്കോ വിധി എഴുതുന്ന ജഡ്ജിക്കോ അറിയില്ല എന്നുള്ളതിൻ്റെ തെളിവ് സപ്തപതി എന്നുള്ളത് നിങ്ങൾ കരം ഗ്രഹിച്ച് വിളക്കിന് ചുറ്റും സഞ്ചരിക്കുന്നതാണെന്ന തെറ്റിദ്ധാരണയും പുലർത്തിയിട്ടുണ്ട്. സപ്തപതി എന്നത് വരൻ വധുവിൻ്റെ കാലിൽ പിടിച്ച് വലത്തുകാലിൽ പിടിച്ച് ശുഭേച്ഛയിലൂടെ സുവിചാരണയിലൂടെ തനുമാനസയിലൂടെ സത്വാപത്തിയിലൂടെ അസംസക്തിയിലൂടെ പദാർത്ഥ അഭാവനയിലൂടെ നിന്നെ ഞാൻ കൊണ്ടുപോകാം. അങ്ങനെ നിന്റെയും എൻ്റെയും ജീവിതം സൗഭഗത്വത്തിലാകുന്നതിന് നമുക്ക് ഈ കരം ഗ്രഹിക്കാം. ഗൃഹണാമിതേ സൗഭഗത്വായ ഹസ്തം. ചടങ്ങുകളിൽ എവിടെയോ അപൂർവം വിവാഹങ്ങളിൽ ഉണ്ടായേക്കാമെങ്കിലും ബോധതലങ്ങളിൽ ഇതൊന്നും ഇല്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സ്നേഹവും സ്നേഹിക്കപ്പെടലും ഒരു പൂർവവാസനയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ സംസ്കാരപൂർവകമല്ലാത്തൊരു വിവാഹത്തിൽ സ്നേഹം ക്ഷിപ്രസാധ്യമല്ല. ഒട്ടേറെ അറിവുകൾ, ഒട്ടേറെ പ്രവർത്തന മണ്ഡലങ്ങൾ, അവിടെയെല്ലാം സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടാനും പ്രിയങ്ങളെ സാധിച്ചു തരാനും ഉള്ളതായ ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അനുനിമിഷം വിവാഹവും വിവാഹമോചനവുമാകും. സംസ്കാരമുണ്ടായില്ലെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ വിശദീകരിച്ചാൽ നിങ്ങൾ എന്നെ തല്ലിയേക്കും. വിശദീകരിക്കാതെ നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. തീരെ മനസ്സിലാകാത്തവർ അത് മനസ്സിലാക്കാതിരിക്കുകയുമാണ് നല്ലത്. ശരിയല്ല? തീർന്നില്ലേ? അതുകൊണ്ട് ഭൗതികമായ ഇതിനൊരു വ്യാഖ്യാനം ഇത്ര മാത്രമേ ഉള്ളൂ എന്നുള്ളതിന് നിങ്ങളുടെ ഡൈവോഴ്സ് നിയമങ്ങളിൽ കോൺജുഗേഷൻ റൈറ്റ് നിഷേധിക്കപ്പെടുമ്പോൾ പിരിഞ്ഞു പോകാമെന്നുണ്ടല്ലോ. വക്കീലന്മാർക്കറിയുമായിരിക്കും. ഇനിയും അത് നീളണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.
ശുഭോദർക്കമല്ല ഞാനത് നീട്ടുന്നത്. എൻ്റെ വസ്ത്രത്തിനും ചേരുന്നതല്ലെന്ന് നിങ്ങൾക്ക് തോന്നിത്തുടങ്ങാൻ തുടങ്ങി. ആ നിലയ്ക്ക് അതവിടെ നിർത്തുകയല്ലേ ഉചിതം. ശരിയാണ്, പറയാൻ എനിക്ക് മടിയൊന്നും ഉണ്ടാവില്ല. കാരണം എനിക്ക് അറിയുന്ന വിഷയമാണത്. അതുകൊണ്ട് തന്നെ, അറിയാത്തത് കൊണ്ടല്ല, നിങ്ങളും ഞാനും ഇരുന്ന് സംവദിക്കാവുന്നൊരു വിഷയമല്ലാത്തതുകൊണ്ട്. വ്യാസൻ നിയോഗത്തിലൂടെ, നിയോഗമെന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ചു പോവുകയോ ഭർത്താവിന് ആതുരത്വമുണ്ടാവുകയോ ഭർത്താവ് യുക്തനല്ലാതായി തീരുകയോ ചെയ്യുമ്പോൾ മറ്റൊരാളിൽ നിന്ന് ഭാര്യയിൽ സന്താനത്തെ സ്വീകരിക്കുന്ന പദ്ധതിയെയാണ് നാരദൻ സ്മൃതിയിൽ നിയോഗമെന്ന് പറയുന്നത്. അതിനുള്ള നിയമങ്ങളൊക്കെ ഉണ്ടെന്ന്. ഇന്നും നിയമങ്ങളായിട്ടില്ല നിങ്ങളുടെ വ്യവസ്ഥാപിത സമൂഹത്തിൽ. അണ്ടവും ബീജവും ബാംഗ്ലൂരിൽ നിന്നെല്ലാം തിരുവനന്തപുരത്തെ ഗൈനക്കോളജിസ്റ്റുകളും എടുത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും അതിനൊരു നിയമനിർമ്മാണം ഇനിയും ഇന്ത്യയുടെ വ്യവസ്ഥാപിത ജീവിതത്തിൽ വന്നു കഴിഞ്ഞിട്ടില്ലെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. നിയമപരമായി അതിനെ ചോദ്യം ചെയ്യാൻ ഇന്നും ആവില്ല. മറിച്ച് ഈ പൗരാണിക കാലത്ത് ആ നിയമം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വ്യാസനും അവിടെ എത്തുന്നത്. വ്യാസൻ താൻ എത്തിയതുകൊണ്ട് സന്താനമില്ലാത്തൊരു രാജ്യത്ത് സന്താനമുണ്ടാവുക എന്ന് മാത്രമല്ല ചിന്തിച്ചത്. ആയുർവേദ തഥ്യയുടെ അന്തരിന്ദ്രിയ മണ്ഡലങ്ങളിൽ കിടക്കുന്ന പ്രകൃതി സ്ഥാപനത്തെ കണ്ടറിഞ്ഞ് തൻ്റെ അമ്മയായ സത്യവതിയോട് വ്യാസൻ പറഞ്ഞത് അല്പം കാലം വേണമെന്നാണ്. പകമുഴുത്ത അംബികയിൽ, പകയുള്ള അംബാലികയിൽ പുത്രോത്പാദനം നടത്തുമ്പോൾ ബീജാണ്ഡങ്ങളുടെ സംയോഗവേളയിൽ ഭാര്യാഭർത്താക്കന്മാർ ദമ്പതിമാർക്കുണ്ടാകുന്ന ഇമ്പമില്ലായ്മയിൽ നിന്ന് ഉണ്ടാകാവുന്ന പ്രതിസന്ധികളെ മുഴുവൻ കാണിച്ച് വ്യാസൻ കാലം ചോദിക്കുമ്പോൾ കാലവിളംബം അരുത് എന്ന സത്യവതിയുടെ വാക്കിനെ അവലംബിച്ച് ആരോഗ്യമുള്ള കാശി രാജകുമാരിമാരിൽ ഒന്നാമനായി ജനിച്ചവൻ അന്ധനും രണ്ടാമനായി ജനിച്ചവൻ പാണ്ഡുരോഗിയും അനീമിയ ഉള്ളവനുമായി. ഇന്നത്തെ ഭാഷയിൽ മസ്തിഷ്ക രക്തസ്രാവം വരുന്ന അനീമിയ ലുക്കീമിയയാണ്. അതുള്ളവനുമായി ജനിക്കുമ്പോൾ സ്വീകരിച്ച് ആനയിച്ച് സൗമ്യമായി ജനിച്ച ദാസിയിൽ മഹാപണ്ഡിതനായ വിതുരൻ ജനിക്കുമ്പോൾ ആദ്യ തലത്തിൽ തന്നെ വ്യാസൻ തൻ്റെ ആത്മകഥയിൽ ഔഷധങ്ങളും ആഹാരങ്ങളുമല്ല, അൻപും അനുകമ്പയും അറിവും ഇമ്പവുമാണ് ആരോഗ്യത്തെയും അറിവിനെയും ആനന്ദത്തെയും പ്രദാനം ചെയ്യുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഈ തഥ്യ തുടങ്ങുന്നത്. അവിടുന്നാണ് ഈ കഥയുടെ ആവിർഭാവം. അതിൻ്റെ നടുക്കേക്ക് ആ ധൃതരാഷ്ട്ര പുത്രന്മാരുടെയും പാണ്ഡുപുത്രന്മാരുടെയും കഥ സന്നിവേശിപ്പിക്കുമ്പോൾ തന്നിൽ നിന്ന് ജനിച്ച പാണ്ഡുവും തന്നിൽ നിന്ന് ജനിച്ച ധൃതരാഷ്ട്രനും മഹാരോഗികളും കാമികളുമായി തീർന്ന കഥയെ പറഞ്ഞ വ്യാസൻ ആ കാമനയിൽ നിന്ന് വ്യത്യസ്തമായ തലങ്ങളിലേക്ക് പോകാൻ അവരെ പ്രേരിപ്പിക്കാത്ത മഹാധിഷണാശാലിയായ ഭീഷ്മന്റെ കഥയും ചേർത്ത് വയ്ക്കുമ്പോൾ ദൗർബല്യത്തിന്റെ ആക്കമാണ് കൂടുന്നത്. ധൃതരാഷ്ട്രന് പുത്രന്മാരുണ്ടായില്ല. വ്യാസൻ മറ്റൊരു പരീക്ഷണമാണ് നടത്തിയത്. മാംസപിണ്ഡങ്ങളിൽ നിന്ന് പുത്രന്മാരെ ജനിപ്പിക്കുക.
മനസ്സിന്റെ ആവിർഭാവമില്ലാത്ത, ദമ്പതിക്രിയയിലെ ആനന്ദ സൗരഭ്യമില്ലാത്ത, സംയോഗത്തിന്റെ അന്തരിന്ദ്രിയ മണ്ഡലങ്ങൾ സ്പർശിക്കാത്ത, ദ്രവ്യാധിഷ്ഠിത സമൂഹത്തിന്റെ പരീക്ഷണ നാളിയിൽ നിന്നുണ്ടാകുന്ന ഒരു സന്തതി പ്രകൃതിയുടെയും സമസൃഷ്ടങ്ങളുടെയും തൻ്റെ തന്നെയും വിനാശത്തിന്റെ സന്തതിയായിരിക്കുമെന്ന് തുടർന്ന് വ്യാസൻ മഹാഭാരത കഥയിലൂടെ അവതരിപ്പിക്കുകയാണ്. ഇത് കൗരവരുടെ കഥ. എത്രത്തോളം മാനസികമായും വാചികമായും സൂക്ഷ്മതലങ്ങളിൽ അവർ യുദ്ധത്തെ ആഗ്രഹിച്ചു, എത്രത്തോളം അത് ഭൗതികമായി രൂപാന്തരപ്പെട്ടു വന്നു. ശാസ്ത്രത്തിന്റെ ഗവേഷണങ്ങളും കഴിഞ്ഞ് അതിൻ്റെ അങ്ങേ തലയ്ക്കൽ നിന്നുകൊണ്ട് വ്യാസമഹാഭാരതത്തെ തിരിഞ്ഞു നോക്കിയാൽ ഞാനും നിങ്ങളും അടങ്ങുന്ന സമൂഹത്തിൻ്റെ വരും വരാഴികകളെ മുഴുവൻ ഈ മഹാപ്രതിഭ രചിച്ചിട്ടുണ്ടെന്ന് സംശയലേശമന്യെ പറയാൻ പാകത്തിന് വ്യാസൻ ഈ കഥയെ സ്വാംശീകരിച്ചിട്ടുണ്ട്, സജ്ജീകരിച്ചിട്ടുമുണ്ട്. അതാണ് സാമ്പ്രദായികന്മാർ പഠിപ്പിക്കുന്ന രീതി. അല്ലാതെ ഇതിന്നലെ നടന്ന ഒരു കഥയാണോ, അതിൻ്റെ രേഖാചിത്രമാണോ, ചരിത്രമാണോ, അതൊന്നും അറിയില്ല. മറിച്ച് ഇന്ന് നിന്ന് നോക്കിയാൽ ആധുനികത ഇന്നും നടത്തിവരുന്ന ദ്രവ്യാധിഷ്ഠിതങ്ങളായ പരീക്ഷണ നിരീക്ഷണങ്ങൾ. ഞാൻ എപ്പോഴും ഈ ദ്രവ്യാധിഷ്ഠിതം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. വിശദീകരണം വേണമെങ്കിലാവാം. എന്നൊരൊറ്റ പദം പറഞ്ഞാൽ പോരാ. നല്ലപോലെ നിങ്ങളുടെ ഉള്ളിൽ തട്ടിയില്ലെങ്കിൽ ഞാനത് വിശദീകരിച്ചു തരാം, എനിക്കറിയുന്ന പോലെ. മനസ്സിലായി കാണും. വേണം. നിങ്ങൾ ഏതൊരു ഔഷധം കണ്ടുപിടിക്കാനും ഏതൊരു ഗവേഷണം നടത്താനും ആയിരക്കണക്കിന് ജീവജാലങ്ങളെ കൊന്നൊടുക്കിയാണ് പരീക്ഷിക്കുന്നത്. അതിൻ്റെ റിസൾട്ടുകളിൽ അവയുടെ എല്ലാം രക്തക്കറയുണ്ട്. അവയിലെയും നിങ്ങളിലെയും ബോധം ഏകവും അദ്വയവുമാണെന്ന ഭാരതീയ തദ്ധിയിൽ നിന്നുകൊണ്ട് നോക്കിയാൽ അനുകമ്പയില്ലാത്തവയാണ് നിങ്ങളുടെ എല്ലാ റിസൾട്ടും. നാരായണ ഗുരുദേവന്റെ അനുകമ്പാ ദശകവും മറ്റും വെച്ച് പഠിച്ചാൽ നാരായണ ഗുരുദേവൻ മാത്രമാണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു. ഭഗവത്ഗീതയുടെ വ്യാഖ്യാനത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഭഗവത്ഗീത പരമാർത്ഥമാണ് എന്ന് പറഞ്ഞത് അദ്ദേഹം മാത്രമാണ്. ആധുനിക കാലത്ത് അവിടെ ഉപദേശിച്ചത് യുദ്ധമല്ല, പരമാർത്ഥമുരച്ചു തേർവിടും പൊരുളോ, അങ്ങനെ പറഞ്ഞാൽ നിർത്തിപ്പോയതെന്നാണ് എൻ്റെ ഓർമ്മ കഴിഞ്ഞ ക്ലാസ്. ശരിയാണ്. പരമാർത്ഥമുരച്ചു തേർവിടും പൊരുളോ എന്ന് ചോദിക്കുന്നുണ്ട് അനുകമ്പാ ദശകത്തിൽ. കൃഷ്ണനെ കുറിച്ചുള്ള ഒരു ശ്ലോകം വേറെയും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അത് ഞാനിപ്പോൾ ഓർക്കുന്നില്ല. അതിൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ ഉരച്ചത് പരമാർത്ഥമാണ്, യുദ്ധമല്ല. മിക്കവാറും സമീപകാല ആചാര്യന്മാരെല്ലാം ഭഗവത്ഗീതയെ യുദ്ധക്കളത്തിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുകയും അങ്ങനെ തന്നെയാണ്. യുദ്ധം ഇതിൻ്റെ പൂർവപക്ഷമാണ്, ഉത്തരപക്ഷമല്ല, സിദ്ധാന്തപക്ഷമേ അല്ല. യുദ്ധം ചെയ്യാനാണ് ഉപദേശമെങ്കിൽ മാഹിംസ്യാത് സർവാഭൂതാനി എന്ന വേദനിയമത്തിന് വിരുദ്ധമാണ് ഗീത, വേദനിഷേധമാണ് ഗീത. യുദ്ധം ചെയ്യാനാണ് ഗീതയെങ്കിൽ 12ാം അധ്യായത്തിലെ അദ്വേഷ്ട സർവഭൂതാനാമെന്ന കൃഷ്ണന്റെ വാക്ക് തട്ടിപ്പാണ്. ഒരു ജീവിയെയും ദ്വേഷിക്കരുതെന്ന് ഒരു ഭാഗത്ത് പറയുകയും തട്ടളിയ എന്ന് പറയുകയും ചെയ്യുന്നത് വഞ്ചനയാണ്, മിതമായ ഭാഷയിൽ. മനസ്സിലാകുന്നില്ല. ഇത് രണ്ടും 2 അധ്യായങ്ങളിൽ 2 ദിവസങ്ങളിൽ
വ്യാഖ്യാനിക്കുമ്പോൾ വ്യാഖ്യാന കൗശലത്തിൽ മതിമറന്നിരിക്കുന്ന അനുവാചക വൃന്ദങ്ങൾ ശ്ലോകവും വ്യാഖ്യാനവും ഗംഭീരമായി എന്ന് പറയുന്നത് പരസ്പരം ചേർത്ത് വായിക്കാനുള്ള ബുദ്ധി നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അതൊരുമിച്ച് കാണാൻ കഴിവുണ്ടെങ്കിൽ ഇരുട്ടും വെളിച്ചവും ഒരുമിച്ചിരിക്കില്ല എന്ന് ഏത് ആൾക്കും അറിയാം. ഭഗവത്ഗീതയിലേക്ക് നാം കടക്കുമ്പോൾ അന്നത്തെ സമൂഹത്തിൻ്റെ വ്യവസ്ഥിതിയിൽ വന്ന ഈ മാറ്റം ഇന്നും നമുക്ക് കാണാം. നിങ്ങളുടെ എല്ലാ പരീക്ഷണങ്ങളിലും നിരീക്ഷണങ്ങളിലും നിങ്ങളിന്നൊരു ഔഷധം ഉണ്ടാക്കുന്നുവെങ്കിൽ 1000 ഗിനിപ്പന്നിയെ രോഗത്തിൻ്റെ വൈറസുകൾ കയറ്റി അതിനെ നിങ്ങളുടെ പരീക്ഷണ നാളിയിൽ വെച്ച് കൊന്നു കഴിയുമ്പോൾ ബോധം നിങ്ങളുടെയും അവയുടെയും ഏകമാണെങ്കിൽ അവ തരുന്ന എല്ലാ പരീക്ഷണ ഫലങ്ങളിലും ഹിംസാജന്യമായ ജന്തുശാപം ഭാരതീയ ചിന്തപ്രകാരം അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട്. മനസ്സിലാവുക നിങ്ങൾ കൊന്നൊടുക്കുന്ന എല്ലാ വെള്ളലിയിലും ജയിലിൽ നിന്ന് തെരഞ്ഞെടുക്കുന്ന മനുഷ്യനിലേക്ക് ഇത് പരീക്ഷിക്കുമ്പോൾ മാരകമായ രോഗം വന്ന് ആശ്വാസത്തിനായി കേഴുന്നവനിലേക്ക് പരീക്ഷിക്കുമ്പോൾ ആതുരത്വം സംഭാവന ചെയ്ത് ആരെയൊക്കെയോ രക്ഷിക്കാനുള്ളത് തെരഞ്ഞെടുക്കുമ്പോൾ ആ രക്ഷയ്ക്ക് സങ്കല്പിച്ചുണ്ടാക്കുന്നതിൻ്റെ എല്ലാം പിന്നിൽ ഹിംസയുടെ തീനാമ്പുകൾ ജാജ്വല്യമാനങ്ങളാണ്. ദ്രവ്യസഞ്ചയത്തെ അപഗ്രഥിച്ചു പോകുന്ന എല്ലാ പരീക്ഷണങ്ങളിലും ഈ വസ്തുത കാണാം. ഇവയിൽ നിന്ന് തന്നെ ഫലങ്ങൾ ഉണ്ടാകുന്നതാകട്ടെ ശാസ്ത്രജ്ഞന്റെ ഒരു നിമിഷത്തെ മാനസിക ഭാവങ്ങളിൽ നിന്നാണ്, പരീക്ഷണത്തിൽ നിന്നല്ല. പരീക്ഷണങ്ങൾ ചെലവുകളുടെ കണക്കെഴുതുന്നതിനും പരീക്ഷണങ്ങൾ ഫലം ജനത്തിന് വിൽക്കുമ്പോൾ കാശ് വാങ്ങുന്നതിനും പരീക്ഷണങ്ങൾ ഒട്ടേറെ കഷ്ടപ്പാടുകളുടെ കഥ ലോകത്തോട് പറയുന്നതിനും അതിൻ്റെ തീസിസുകൾ എഴുതിയുണ്ടാക്കുന്നതിനും വേണ്ടി മാത്രമാണ്. സംഭവം പരീക്ഷണ നാളിയിൽ നിന്നല്ല, പരീക്ഷിക്കുന്നവന്റെ അന്തർഗതത്തിൽ നിന്ന് അജ്ഞേയമായൊരു മുഹൂർത്തത്തിൽ ഉദയം ചെയ്യുന്നതുമാണ്. അത് കവിതയാകട്ടെ, കലയാകട്ടെ, ശാസ്ത്രമാകട്ടെ, അവൻ്റെ ഈശ്വരാഭിമുഖമായ ഒരു മുഹൂർത്തത്തിൻ്റെ അനവദ്യസുന്ദരമായ സംഭാവനയാണ്. ഭാരതീയർ ശാസ്ത്രത്തെയും കവിതയെയും ഒന്നിച്ചു കണ്ടതും ഇവിടെയാണ്. മനുഷ്യ മനസ്സ് ജഗദീശ ഉത്സംഗത്തിലേക്ക് ഉയരുകയും സമസ്ത ചരാചരങ്ങളും ഏകവും അവ്യയവുമായ താനാണെന്ന് തോന്നുകയും അനുകമ്പ കൊണ്ട് അകം നിറയുകയും ചെയ്യുമ്പോൾ അവൻ്റെ പിണ്ടാണ്ടത്തിൽ നിന്ന്, അന്തർഗതത്തിൽ നിന്നാണ് ശാസ്ത്രവും കവിതയുമെല്ലാം ഒരു പരീക്ഷണനാളിയുടെയും സഹായമില്ലാതെ പ്രാചീന ഉദയം ചെയ്തെടുത്തത്. ഇതെല്ലാ ശാസ്ത്രത്തെ സംബന്ധിച്ചും സത്യമാണ്. കാരണം ദ്രവ്യാധിഷ്ഠിതമാണ് മാറ്റർ ബേസ്ഡ് ഇക്കണോമി, മാറ്റർ ബേസ്ഡ് കൺസിഡറേഷൻസ് ആൻഡ് മാറ്റർ ബേസ്ഡ് ലൈഫ്. നിങ്ങൾ ഒരിക്കലും ഓർക്കുന്നില്ല മൈൻഡ് ഇറ്റ് മാറ്റേഴ്സ്. ഇറ്റ് മാറ്റേഴ്സ്. മനസ്സാണ് ദ്രവ്യം. മാറ്ററില്ല, മൈൻഡേ ഉള്ളൂ എല്ലായിടത്തും.
ഇതിലും മനസ്സേ നിൽക്കുള്ളൂ. ഈ സാധനത്തിന് നിലനിൽപ്പില്ല. നിങ്ങൾ കാണുന്ന സകല ദ്രവ്യത്തിലും നിങ്ങളുടെ മനസ്സേ ഉള്ളൂ, ദ്രവ്യമില്ല. ഏത് സ്വീകരിക്കുമ്പോഴും സംതൃപ്തമായൊരു മനസ്സോടെ സ്വീകരിക്കുമ്പോൾ ആ സ്വീകരിക്കുന്നവൻ അരോഗതിടഗാത്രനും, അവൻ്റെ കൂടെ അതേ വസ്തു നിന്ദിച്ച് സ്വീകരിക്കുന്നവൻ കുഴപ്പമായി, ആ ചായ കുടിക്കേണ്ടിയിരുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവനുമാകുന്നത് ഒരേ ചായയിലാകണം. ചേട്ടനും അനിയനും ചായ കുടിക്കാൻ ചെന്ന് കൂട്ടുകാരനും ഒരിടത്തുനിന്ന് ചായ കുടിച്ച് ഒരേ ചായ എടുത്തു തരുമ്പോൾ അത് സ്വീകരിക്കുന്ന മനസ്സ് നല്ല ചായയെന്ന് മോശമായ ചായയുടെ മേൽ മനസ്സർപ്പിച്ച് ആ ചായയെ കുടിച്ചിട്ട് സംതൃപ്തനായി നിലകൊള്ളുമ്പോൾ, നല്ല ചായ കുടിക്കുമ്പോഴും തന്നവൻ്റെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ അവൻ്റെ ഉടുപ്പോ നിലവാരമോ നോക്കി അത് വേണ്ടായിരുന്നുവെന്ന് തോന്നിക്കുടിച്ചവൻ്റെ ഗ്യാസും പരിവട്ടവും ശരിയല്ല. ഉദാഹരണങ്ങളൊക്കെ പോരാ. മാറ്റം ഒന്നല്ലേ? എന്തേ വ്യതിയാനം? അതെനിക്ക് കൃത്യമായി അറിയില്ല. ഭാരതചിന്തയിൽ അതേ ഉള്ളൂ. മനഃകൃതം കൃതം രാമ ന ശരീരകൃതം കൃതം യോഗവാസിഷ്ഠം. മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോ. ഇനി വേണോ ഉദാഹരണം? ഭാരതീയ ചിന്തയിൽ മനസ്സിനെ കുറിച്ചേ പഠനമുള്ളൂ. അതുകൊണ്ടാണ് അധ്യാത്മം എന്ന് പറഞ്ഞാൽ മനസ്സ് തുടങ്ങുന്നിടം. മനസ്സില്ലാത്തതൊന്നും അധ്യാത്മമല്ല. അതുകൊണ്ട് ഭഗവത്ഗീതയുടെ പൂർവപക്ഷത്തിലെ വ്യാസൻ കൊണ്ടുവരുന്നത് ദ്രവ്യചിന്തനത്തെയാണ്, ദ്രവ്യത്തെയാണ്. വ്യാസനത് അടുക്കോടെ തൻ്റെ തന്നെ ആത്മകഥാനിഷ്ഠമായ ഘടനാവിശേഷത്തെ പറഞ്ഞുകൊണ്ടുവന്ന് ആദ്യം തൻ്റെ തന്നെ സന്തതിയെ അമ്പയിലും അമ്പാലികയിലും ദാസിയിലും ജനിപ്പിച്ച് അതിൻ്റെ വ്യതിയാനത്തെ ചൂണ്ടിക്കാണിച്ച് അത് പൂർവപക്ഷമാക്കി അതിൽ മൂത്തവനായ ധൃതരാഷ്ട്രന് പുത്രൻ ജനിക്കാതിരിക്കുമ്പോൾ പുത്രോൽപാദനത്തെ കൊടങ്ങളിൽ മാംസപിണ്ഡങ്ങളിൽ ജനിപ്പിച്ച് ആ മാംസപിണ്ഡത്തിൽ നിന്നുള്ള സന്തതി പരമ്പരകൾ ഹിംസയുടെ തേവാഴ്ചയ്ക്ക് ആഗ്രഹിക്കുമ്പോൾ, അതാ ദൂത് പറയുമ്പോൾ നോക്കുക, അവിടവും കൂടെ ചേർക്കുക. ഭഗവാൻ ദൂതിനായി ചെല്ലുമ്പോൾ പാണ്ഡവന്മാർക്ക് പകുതി രാജ്യം പാടില്ല, 5 നാട്ടുരാജ്യങ്ങൾ പറ്റില്ല, 5 പേർക്കും കൂടി ഒരു രാജ്യം പറ്റില്ല, 5 വീടുകൾ പറ്റില്ല, 5 പേർക്കും കൂടി താമസിക്കാൻ ഒരു വീട് പറ്റില്ല. സൂച്യഗ്രം അഭി ന ദാസ്യാമി വിനായുദ്ധേന കേശവ. ഈ വികാസമാണ് വ്യാസന്റെ പുത്രന്മാരിൽ തുടങ്ങി കൗരവരിൽ എത്തി നിൽക്കുമ്പോൾ നാം കാണുന്ന പൂർവപക്ഷം. നടുക്കോടെ ചിന്തിക്കുക. മാനവസ്നേഹം വിനാശകരമായ ഒരു യുദ്ധത്തിലേക്ക് ദ്രവ്യാധിഷ്ഠിതമായി വളരുന്ന പന്ഥാവ് പൂർണ്ണമായി കാണിച്ചു തരുമ്പോൾ ആധുനിക മനുഷ്യന്റെ അറിവും ദ്രവ്യാധിഷ്ഠിതമായി വളർന്ന് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളിൽ, കുടുംബങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളിൽ, സമുദായങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളിൽ, സഹോദരങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളിൽ ദ്രവ്യാധിഷ്ഠിതമായി ഇന്ന് വികസിച്ചിട്ടുണ്ടോ? അവൻ്റെ ശാസ്ത്രവും അവൻ്റെ അറിവും ആ യുദ്ധങ്ങൾക്ക് മേളക്കൊഴുപ്പേകുന്നതിനപ്പുറം ആ യുദ്ധങ്ങളെ ശമിപ്പിക്കുവാൻ പര്യാപ്തമായ സ്നേഹത്തിൻ്റെ ഉറവകൾ എവിടെയെങ്കിലും നൽകുന്നുണ്ടോ? അത് ചിന്തിച്ചിട്ട് മതിയല്ലോ ബാക്കിയിലേക്ക് പോവാൻ. ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായില്ല? ലോകത്തെവിടെയും വികാരിയും ലോകത്തെവിടെയും
ഹിംസാ തൽപരനും ലോകത്തെവിടെയും ഏറ്റുമുട്ടലുകൾക്ക് കളമൊരുക്കുന്നവനും വേണ്ടുന്ന ആയുധങ്ങളും വേണ്ടുന്ന സാമഗ്രികളും അവനെ പോഷിപ്പിക്കുവാൻ പര്യാപ്തമായ പദ്ധതികളും ആസൂത്രണം ചെയ്യുന്നതിനപ്പുറം മാനവനെ സ്നേഹത്തിലേക്ക് നയിക്കുവാൻ അവൻ്റെ ദ്രവ്യാധിഷ്ഠിതങ്ങളായ ആധുനിക ശാസ്ത്രത്തിൻ്റെ അപ്പസ്തോലന്മാർക്കോ പ്രോത്ഘാടകർക്കോ അണുവിട പോലും അവൻ്റെ ഒരു വിരൽ ചലിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് സൂക്ഷ്മദൃക്കുകൾക്കറിയാം. Is it right? അതിലിരുന്നു കൊണ്ട് തന്നെ ഈ പറഞ്ഞത്, ആ കണ്ണടയതെ, ഈ സാധനങ്ങളും അതെ, ഇതൊക്കെ ആധുനിക ശാസ്ത്രത്തിൻ്റെ അല്ല, അത് സ്നേഹത്തിൻ്റെ സംഭാവനയാണ്. അത് രണ്ടും രണ്ടാണ്. അവിടെയാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നത്. നിങ്ങളിരിക്കുന്ന കസേര ആധുനിക ശാസ്ത്രത്തിൻ്റെ സംഭാവനയല്ല, അത് സ്നേഹത്തിൻ്റെ സംഭാവനയാണ്. ശാസ്ത്രം ഏറ്റവും കൂടുതൽ സംഭാവന ചെയ്ത വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് നോക്കിയാൽ അത് നിങ്ങളും ഞാനും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പോലും ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട്, ഞാനും നാളെ തോക്കെടുത്ത് ഉപയോഗിച്ചാൽ ആ തോക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് ആ ഉപയോഗിച്ചുകൊണ്ട് പറയരുതെന്ന് അർത്ഥമില്ല. അതിൻ്റെ ഉപയോഗം ഇന്നതാണെന്ന് അപ്പോഴും പറയാം. സത്യം സത്യമാണ്. മനസ്സിലായില്ല? ഞാൻ ഉപയോഗിക്കുന്ന തോക്കാണ്, അത് ആധുനിക ശാസ്ത്രത്തിൻ്റെയാണ്. നിങ്ങളുടെ നെഞ്ചിലേക്ക് നിറയൊഴിക്കാനാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എനിക്കത് നെഞ്ചിലേക്ക് നിറയൊഴിക്കാനും ഹിംസയ്ക്കുമല്ല ഉപയോഗിക്കുന്നതെന്ന് വ്യാഖ്യാനിക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് നെഞ്ചിലേക്ക് നിറയൊഴിക്കാൻ തന്നെ ഉപയോഗിക്കുന്നതാണ്. ഞാൻ ഉപയോഗിച്ചാലും അത് അങ്ങനൊന്ന് പഠിച്ചു നോക്കൂ. ഞാൻ എൻ്റെ അഭിപ്രായവും വിവേകാനന്ദ സ്വാമിയുടെ അഭിപ്രായവും ഒന്നും എതിർത്ത് പറഞ്ഞില്ല. വ്യാസൻ സമീപിക്കുന്ന രണ്ട് പക്ഷങ്ങളാണ്. അത് മുഴുവൻ കേട്ടു നോക്കിയിട്ട് അതിലെവിടെയുണ്ട് തെറ്റ്, എവിടെയുണ്ട് ശരിയെന്ന് ആദ്യം നോക്കാം. മഹാഭാരതം എന്ന ഇതിഹാസത്തിൽ വിവേകാനന്ദ സ്വാമിജി ആധുനിക ശാസ്ത്രം, പാശ്ചാത്യം, പൗരസ്ത്യം ഇതൊക്കെ തൽക്കാലം വെച്ചിട്ട് വ്യാസൻ്റെ മഹാഭാരതത്തിൽ രണ്ട് പക്ഷങ്ങളുണ്ട്. ഒന്ന്, ദ്രവ്യത്തെ അവലംബിച്ചുള്ള മനുഷ്യൻ്റെ പോക്ക്. രണ്ട്, മനസ്സിനെ അവലംബിച്ചുള്ള പോക്ക്. അതിൽ രണ്ടു പക്ഷങ്ങളവിടെ പിരിഞ്ഞു വന്നിട്ടുണ്ട്. അത് രണ്ടും ദ്രവ്യാധിഷ്ഠിതമായ ദൃഷ്ടികോണത്തിൽ രാജ്യം നേടാനാണ് വന്നിരിക്കുന്നത്. രാജ്യവും രാജ്യത്തിലെ ഭണ്ഡാരങ്ങളുമെല്ലാം ദ്രവ്യമാണ്. ആ ദ്രവ്യത്തോട് അവർക്കുള്ള അമിതമായ താല്പര്യത്തെ വളർത്തിയെടുത്ത ഒരു കാലഘട്ടത്തെയാണ് വ്യാസൻ ചമത്കാരത്തോടു കൂടി അവതരിപ്പിക്കുന്നത്. നാമും ഇന്ന് സഞ്ചരിക്കുന്നത് ആ വഴിയിലാണ്. ഇന്നലെ സഞ്ചരിച്ചവൻ ആ വഴിയിൽ സഞ്ചരിച്ച് ഒരു റിസൾട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് സഞ്ചരിക്കുന്ന നമുക്ക് ഒരു താരതമ്യ പഠനം ചെയ്തു നോക്കാം. നമ്മളും അവിടെ തന്നെ എത്തുമോ, അല്ല എത്താതെ കടന്നു പോകാൻ വല്ല മാർഗവുമുണ്ടോ? അതാണ് കരണീയം. അല്ലാതെ ഞാനെന്തു പറഞ്ഞു നിങ്ങളെന്തു പറഞ്ഞു അത് പഠിക്കണ്ട. ആകെ പഠിക്കാനുള്ളത് വ്യാസൻ മഹാഭാരതത്തിൽ അടുക്കോടെ ഒരു ഘടന പറഞ്ഞിട്ടുണ്ട്. ഇതാ, ഞാനിങ്ങനെയാണ് വന്നത്, എൻ്റെ പുത്രന്മാരിങ്ങനെയാണ് വന്നത്. വ്യാസൻ്റെ പുത്രന്മാരുടെ കഥയാണ്. ആത്മകഥാനിഷ്ഠമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ആ പുത്രന്മാരിൽ നമ്മൾ പെടുമോ എന്ന് നോക്കിയാൽ മതി. അത്രയല്ലേ വേണ്ടൂ. സിമ്പിളല്ലേ പണി. അതാദ്യം മനസാന്നിധ്യത്തോടെ ഒന്ന് അടുക്കോടെ കേൾക്കുക. കേട്ട് കഴിഞ്ഞ് എന്താണ് പറയാൻ പോകുന്നത്, എന്താണ് പറയുന്നതെന്ന് അറിഞ്ഞിട്ട് പ്രതികരിക്കുക. അപ്പോൾ എളുപ്പമുണ്ടാവും. അപ്പോൾ വ്യാസനെ സംബന്ധിച്ച് വ്യാസൻ്റെ കഥ പറഞ്ഞു. പുത്രന്മാർ രണ്ടുപേരുടെ കഥ പറഞ്ഞു. ആ പുത്രൻ്റെ പുത്രന്മാരിൽ ഒരു വിഭാഗത്തിൻ്റെ കഥ ഞാൻ പറഞ്ഞു, മറ്റത് പറഞ്ഞില്ല. അതാണ് സൂച്യഗ്രമഭി ന ദാസ്യാമി ബിനായുദ്ധേന കേശവ എന്ന അഹന്തയിലേക്ക് അവരെ എത്തിച്ചത് അറിവില്ലായ്മയല്ല. രാജ്യം മുഴുവൻ അവരുടെ കയ്യിലാണ്. രാജ്യത്തിലെ ശാസ്ത്രലോകം അവരുടെ കയ്യിലാണ്. രാജ്യത്തിലെ സർവോത്തമന്മാരായ കുലഗുരുക്കന്മാർ അവരോടൊപ്പമാണ്. രാജ്യത്തിൻ്റെ എല്ലാമായ ബ്രഹ്മചര്യം അവരോടൊപ്പമാണ്. ഭീഷ്മൻ. ഇതൊന്നും അവർക്കുള്ള പകയെ ഒതുക്കിയെടുക്കുന്നതിന് പര്യാപ്തമായില്ല എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. നിങ്ങൾ പറയുകയാണ് ദുര്യോധനന് ഇവരുടെയൊക്കെ സാമീപ്യം കൊണ്ട് പകയൊക്കെ പോയിരുന്നു എന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതിന് വിരുദ്ധമാണ്. അതല്ലാതെ ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളെ ചൂണ്ടിയാണ് അതിനുത്തരം പറയാൻ പോകുന്നതെങ്കിൽ ഞാൻ പറഞ്ഞതല്ലത്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഒന്നിനെയും ഞാൻ എതിർത്തില്ല.
ഞാൻ ഉപയോഗിക്കുന്നതിനെയും എതിർത്തില്ല. മഹാഭാരതം എന്ന ഇതിഹാസമാണ് നമ്മുടെ ചർച്ച. അതിനകത്ത് ഭീഷ്മന്റെ സാന്നിധ്യമോ ദ്രോണന്റെ സാന്നിധ്യമോ വിതുരന്റെ സാന്നിധ്യമോ അതിനുള്ളിൽ കൃപന്റെ സാന്നിധ്യമോ അത്രയും രാജ്യ ഭണ്ഡാരമോ ദുര്യോധനന്റെ സ്വഭാവ സവിശേഷതകളെ ഒന്നും അഹിംസയിലേക്കോ ദാനത്തിലേക്കോ ധർമ്മത്തിലേക്കോ നയിക്കുവാൻ പര്യാപ്തമായില്ല. ഇക്കാര്യത്തിൽ ഞാനും നിങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാം. ഇല്ല, അത് ഞാൻ പറഞ്ഞു. അതിനെ വേറെ വഴിക്കപ്പോൾ കൊണ്ടുപോയാൽ നമ്മളുടെ ഉദ്ദേശമൊക്കെ മാറും, അത് വാഗ്വാദമായി മാറും. മറിച്ച് ഞാൻ പറഞ്ഞതിൽ ഇതിന് വിയോജിപ്പുണ്ടെങ്കിൽ ഉണ്ടോ? ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ദുര്യോധന മാറ്റം വന്നോ? ഇല്ല. ഇനി നമുക്ക് അപ്പുറം നോക്കാം. പാണ്ഡുവിന്റെ പുത്രന്മാർ, പാണ്ഡുവിന്റെ അല്ല, കുന്തിക്ക് ദുർവാസസിനെ സംരക്ഷിച്ചതിൻ്റെ പേരിൽ, ദുർവാസസിനെ പരിചരിച്ചതിൻ്റെ പേരിൽ ലഭിച്ച മന്ത്രങ്ങളിൽ നിന്ന് 5 മന്ത്രങ്ങളാണ് കൊടുത്തിരുന്നത്. ദുർവാസാവ് മന്ത്രം കൊടുത്ത ഉടനെ തന്നെ കന്യകയായ കുന്തി പരീക്ഷിച്ചതിൻ്റെ ഫലമായിരുന്നു കർണൻ. ആ കർണൻ ഇന്ന് ദുര്യോധനന്റെ കൂടെയാണ്. രണ്ടാമത് മന്ത്രം പരീക്ഷിച്ചത് വനത്തിൽ വെച്ചാണ്. പാണ്ഡുവിന് പുത്രന്മാരുണ്ടാവില്ല എന്നറിഞ്ഞപ്പോഴാണ്. അതിൻ്റെ ഫലമാണ് യുധിഷ്ഠിരൻ. ധർമ്മദേവനെ വരപ്രാർത്ഥിയായി നിന്ന് വരിച്ചതിൻ്റെ പേരിലുണ്ടായവനാണ് ധർമ്മപുത്രൻ എന്നറിയപ്പെടുന്ന യുധിഷ്ഠിരൻ. 2, വായുവിനെ ആനയിച്ചു വരുത്തിയതിൻ്റെ പേരിലുള്ളവനാണ് ഭീമൻ. ഇന്ദ്രനിൽ നിന്ന് നേടിയതാണ് ഇന്ദ്രപുത്രനായ സർവശ്രേഷ്ഠനായ അർജുനൻ. മാദ്രിക്ക് കൊടുത്ത ഒരു വരം അശ്വിനി ദേവന്മാരെ ഒരുമിച്ച് വരിച്ച് മാദ്രി നേടിയതാണ് നകുലനും സഹദേവനും. കഥ നിങ്ങൾക്കറിയാം, ഞാൻ കഥ പറഞ്ഞു നീട്ടണ്ട. ദുര്യോധനാദികളിൽ നിന്ന് വ്യത്യസ്തമായി യുദ്ധം വേണ്ട എന്ന അഭിപ്രായം ഇവർക്കുണ്ടോ? ഉണ്ടോ? മഹാഭാരതം അങ്ങനെയല്ല പറയുന്നത്. മഹാഭാരതത്തിൽ ദൂത് പറയാൻ പോകുന്ന കൃഷ്ണനോട് ഭീമനും അർജുനനും പാഞ്ചാലിയും പറയുന്നുണ്ട്, യുദ്ധം അനിവാര്യമാണ്. തങ്ങളുടെ ശപഥങ്ങളെക്കുറിച്ച് വീണ്ടും വീണ്ടും അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രതീതമാകാനിരിക്കുന്ന ഒരു യുദ്ധത്തിന് മുമ്പ് തന്നെ യുദ്ധത്തിൻ്റെ ആഗമനവും യുദ്ധത്തിൽ ഇങ്ങനെയാണ് കൊല്ലേണ്ടതെന്നും ആഗ്രഹിച്ച മനസ്സുകളാണ് പാണ്ഡവന്മാരിൽ. മന്ത്രങ്ങളിലൂടെയുള്ള തപസ്സാധ്യമായ ജന്മത്തിനും അഹിംസയുടെ ലാളനയുണ്ടെന്ന് പറയാനാവുമോ? ഇതെല്ലാമാണ് ഞാൻ ആദ്യം പൂർവപക്ഷമായി പഠിപ്പിച്ചിട്ട് ഗീതയുടെ ആദ്യത്തെ ശ്ലോകങ്ങൾ അടുക്കോടെ എടുത്തത്. പക്ഷെ അന്ന് ഉപയോഗിച്ച ഭാഷയിലല്ല ഇപ്പോൾ പറയുന്നത്. അതിന് കാരണം കേട്ട 8 പേരുള്ളത് കൊണ്ടാണ്. ഭാഷ എങ്ങനെയും പറയാം. കാരണം ഞാൻ പറഞ്ഞതിൻ്റെ ഒന്നിൻ്റെയും ആവർത്തനം എന്ന് പറഞ്ഞില്ലെന്നാണ് എൻ്റെ വിശ്വാസം. മൈ റൈറ്റ്? അതുകൊണ്ട് അന്ന് കേട്ടവർക്കും വലിയ ഇത് ഞങ്ങൾ പറഞ്ഞ് കേട്ടത് തന്നെയാണല്ലോ ആണെന്ന് പറയാൻ പറ്റാത്തതാണ് ഇപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. അതിൻ്റെ ഒരു അടുത്ത പടവ് എന്ന് വിചാരിച്ചാൽ മതി. ശരിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 2 പക്ഷങ്ങളെയും അണിനിരത്തുമ്പോൾ 2 പക്ഷങ്ങളില്ല യുദ്ധക്കളത്തിൽ.
ഒരു പക്ഷമേ ഉള്ളൂ. യുദ്ധം ചെയ്യണം, രാജ്യം നേടണം, എതിരാളിയെ ഇല്ലാതാക്കണം. ഇത് രണ്ടും ഒരു പക്ഷമാണ്. രണ്ടിൻ്റെയും നിയാമകത്വം ഹിംസയിലും ദ്രവ്യത്തിലും അധിഷ്ഠിതമാണ്. നിങ്ങളിതിനെ രണ്ടു പക്ഷമായി കാണുന്നു ആപേക്ഷികതയുടെ ലോകങ്ങളിൽ വെച്ച്. അവിടെയാണ് ഗീതാ പഠനത്തിന് തെറ്റുപറ്റിയത്. രണ്ടു പക്ഷത്തിൻ്റെയും അന്തസ്ഥ തലങ്ങൾ അപഗ്രഥിച്ചാൽ പാണ്ഡവരെന്നോ കൗരവരെന്നോ മാറ്റിപ്പറയാതെ രാജ്യവും രാജ്യാവകാശവും രാജസ്ഥാനവും അതിലെ സൗഭാഗ്യങ്ങളും വേണമെന്നാണ്. അതിന് നേരിട്ട് കള്ളം പറയുന്നവർ, നേരിട്ട് ഹിംസിക്കുന്നവർ, നേരിട്ടല്ലാതെ കള്ളം പറയുന്നവർ, നേരിട്ടല്ലാതെ ഹിംസിക്കുന്നവർ എന്നതിനെ രണ്ടായി എടുക്കാം. അതിൽ ധർമ്മമുണ്ടെന്നിന് നിങ്ങൾക്ക് സംശയിക്കാവുന്ന ഒരേ ഒരാൾ യുധിഷ്ഠിരൻ മാത്രമാണ്. അതും വ്യാസൻ നിങ്ങളുടെ മുമ്പിൽ പൊളിച്ച് കയ്യിൽ തരുന്നുണ്ട്. ഭീഷ്മ പിതാമഹൻ ശരശയ്യയിൽ വീണ് കഴിഞ്ഞ് ആരെയാണ് ഇനി നേതാവാക്കേണ്ടതെന്ന് ദുര്യോധനൻ ആലോചിച്ചു. പിന്നെ ദുര്യോധനൻ ഏറ്റവും ഇഷ്ടം കർണനെയാണ്. ഭീഷ്മര് വീണാലേ താൻ ആയുധമെടുക്കുമെന്ന് അയാൾ ശപഥം ചെയ്തിരുന്നു. ഒരേ പക്ഷത്താണെങ്കിലും ഈ വൈരാഗ്യങ്ങളൊക്കെ ഉണ്ട്. വീണ് കഴിഞ്ഞ ഭീഷ്മനെ കാണാൻ അയാൾ പോകുന്നുമുണ്ട്. ഒക്കെ നിങ്ങൾ മഹാഭാരതത്തിൽ വായിച്ചിട്ടുണ്ടാകാവുന്ന കഥയാണ്. നീ വന്നില്ലായിരുന്നെങ്കിൽ നിനക്ക് ശ്രേയസ് ഉണ്ടാകാതെ പോകുമായിരുന്നു എന്ന് ഭീഷ്മൻ നേരിട്ട് പറയുന്നുമുണ്ട്. നിന്നെ ഞാൻ കുന്തിപുത്രൻ രാധേയനെന്ന് വിളിച്ച് സൂതപുത്രൻ എന്ന് വിളിച്ച് ഒരുപാട് തേജോവധം ചെയ്തിട്ടുണ്ട്. നീ കൗന്ദേയനാണ്. നീ കുന്തിപക്ഷത്ത് ചേർന്ന് ഈ യുദ്ധം ഇല്ലാതാക്കണം. പാപനോട് ചേർന്ന ശുഭൻ പാപൻ തന്നെയാണെന്ന് എനിക്കറിയാം പിതാമഹ. ഞാൻ കുന്തിപുത്രനാണെന്നും എനിക്കറിയാം. പക്ഷെ ദുര്യോധനന്റെ ഉപ്പും ചോറും തിന്ന ഞാൻ അങ്ങ് നിലകൊണ്ടതുപോലെ തന്നെ ദുര്യോധന പക്ഷത്തെ നിലകൊള്ളൂ എന്ന് പറയുന്നുമുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് കർണനെ വിളിച്ച് കർണനെ പറയാനാണോ? അതിൻ്റെ ഇടയ്ക്കൊണ്ട് കൊടുത്താൽ പോലെ. ചായ കുടിച്ചുകൊണ്ട് കേൾക്കരുതോ? കുഴപ്പമുണ്ടോ? അതോ അതിനൊരു സമയം കളയണോ? സമയം കളയേണ്ടതില്ലല്ലോ. കാരണം ഞാൻ ഇൻട്രൊഡക്ഷൻ തീരുമ്പോഴേക്ക് തീരാതിരിക്കാനാണ്. അപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ ഇല്ലെങ്കിൽ നിങ്ങൾക്കിത് പഠിക്കാൻ പറ്റില്ല. കാരണം നിങ്ങൾ പഠിച്ച രീതിയല്ല ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. കാരണം ലോകത്ത് ഇരുട്ടും വെളിച്ചവും എന്ന് രണ്ടെണ്ണമേ ഉള്ളൂ. അത് ഇരുട്ട് വെളിച്ചം ഇല്ലാത്ത അവസ്ഥയാണ്. ഇരുട്ടെന്നൊരു സാധനമില്ല. വെളിച്ചത്തിൻ്റെ അഭാവമാണ് ഇരുട്ട്. വെളിച്ചം വന്നാൽ ഇരുട്ട് പോകും. ഇരുട്ട് ചേർന്ന് വെളിച്ചമില്ല. ഇരുട്ട് എന്നത് ആന്തരികമാണ്, ബാഹ്യമല്ല.